നൽകുമാറാകട്ടെ. ഒരാൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, ഓന് തന്നെ വിശ്വാസമില്ല, പിന്നെ ചെയ്തിട്ട് കാര്യമുണ്ടോ? പറ. ഒരാൾ അള്ളാഹിനോട് ഉസ്താദ് ഇരുന്ന് ദുആ ചെയ്യുക, അള്ളാഹുവെ നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാ, കല്യാണം നടത്തണേ അല്ലാ, വീട് തരണേ അല്ലാ, ആമീ ആമീ ആമീ. വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? എന്ത് വേണം? രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന്, പേടി വേണം. അള്ളാഹുവിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്, റബ്ബിനോടാണ് ഞാൻ ചോദിക്കുന്നത്, അള്ളാഹുവിനോടാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ലോകത്തിൻ്റെ അധിപനായ അള്ളാഹുവിനോട് ഭയം ഉണ്ടാകണം. അതുപോലെ അള്ളാഹു സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയും ഉണ്ടാകണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. രണ്ടുമില്ലെങ്കിൽ പോയി. അള്ളാഹു സ്വീകരിക്കുമെന്നുള്ള ഉറപ്പുമില്ല, ഒരു പേടിയില്ല. അതുകൊണ്ടാ കൈകെട്ടി നിന്നിട്ട് നിസ്കാരത്തിൽ നിൽക്കുക, മടക്കുന്നു, തൊപ്പിയൊക്കെ വെച്ച് മുടിയൊക്കെ നേരെയാക്കുന്നു, അൽഹംദുലില്ലാ. ഇടയ്ക്കൊക്കെ നോക്കുന്നു, ഫോൺ അടിക്കുക, ഉടനെ മൊബൈൽ അബൂബക്കർ വിളിക്കുന്നു. എവിടെ? നിസ്കാരത്തിൽ. അള്ളാഹു കാക്കുമാറാകട്ടെ. നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോക്കാം, പടച്ചവൻ എല്ലാവരും നേരെയാണോ നിൽക്കണേ? എപ്പോഴും നിസ്കാരത്തിലെ നിസ്കരിക്കുമ്പോൾ എവിടാ നോക്കേണ്ടത്? ഈ സീറ്റിൽ എവിടാ നോക്കുന്നേ? ഞാൻ പലപ്പോഴും പറയണമെന്ന് വിചാരിക്കാറുണ്ട്. പലരും നിസ്കരിക്കുമ്പോൾ ഇങ്ങനെ നിൽക്കണത്, താഴ് സുജൂദിൻ്റെ സ്ഥലത്തല്ലേ നോക്കേണ്ടത്? പലർക്കും അറിയണില്ല, ഇങ്ങനെ നിൽക്കുക. ചില കൈയൊക്കെ കെട്ടല് കണ്ടാ പറയണ്ട, അള്ളാഹു കാക്കുമാറാകട്ടെ. ചിലരുടെയൊക്കെ കാര്യങ്ങൾ കാണുമ്പോൾ വളരെ സങ്കടം തോന്നും. നിസ്കരിക്കുന്ന രീതികളൊക്കെ ഒരു ശ്രദ്ധയില്ല കേട്ടാ. ചിലരൊക്കെ ഒരു ശ്രദ്ധയില്ലാതെ കൈയിട്ടുന്ന എവിടാന്ന് പോലും പലർക്കും അറിയുന്നില്ല. അതാ സങ്കടം.